നമസ്കാരം. ഇത് രസ്യവിരുന്ന്. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇഡ്ലി റൈസ് വെച്ച് എങ്ങനെ അപ്പത്തിന്റെ ഒരു കിടിലൻ ബാറ്റർ തയ്യാറാക്കാം എന്നുള്ളതാണ്. അതിനുവേണ്ടി ഞാനിവിടെ 6 മണിക്കൂർ ഇഡ്ലി റൈസ് സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അത് 2 കപ്പ്, അതേ കപ്പിൽ 1 കപ്പ് തേങ്ങ ചിരകി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് അരയ്ക്കാനായിട്ട് ആവശ്യത്തിന് 1 ഗ്ലാസ് വെള്ളം. പിന്നെ ഇത് അരയ്ക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഇച്ചിരിയും കൂടെ കൂടുതൽ വെള്ളം വേണ്ടി വരും. അത് ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് ഞാൻ കറക്റ്റ് മെഷർമെന്റ് പറഞ്ഞുതരാം. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തൊരു മിക്സിയിലിട്ട് ഞാൻ അരച്ച് കൊണ്ടുവന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പൊ ഇതാ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഞാൻ ആ കാണിച്ച വെള്ളം കൂടാതെ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്താണ് ഇത് അരച്ചെടുത്തിരിക്കുന്നത്. നല്ല മഷി പോലെ അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് കപ്പി കാച്ചണം. അതിനുവേണ്ടി ഒരു പാത്രത്തിലോട്ട് നമുക്ക് 2 തവി മാവ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ യോജിപ്പിക്കാനായിട്ട് നമുക്ക് 1 ഗ്ലാസ് വെള്ളം വേണ്ടി വരും. ആദ്യം നമുക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു നോക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കാം. തീരെ മാവ് കട്ടി പിടിച്ച് കിടക്കാനേ പാടില്ല. അപ്പൊ അത് മതിയാവില്ല എന്ന് തോന്നുന്നു. ഇനി നമുക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർക്കാം. അപ്പം മൊത്തത്തിൽ 1 ഗ്ലാസ് വെള്ളം ചേർത്തു. നല്ലപോലെ ഇളക്കി കൊടുക്കുക, തീരെ മാവ് കട്ട പിടിക്കാതെ. ഇനി അത് ഒരു അടുപ്പത്ത് വെച്ച് നമുക്ക് കപ്പി കാച്ചിയെടുക്കാം. അതിനുവേണ്ടി ഫ്ലെയിം ഏറ്റവും സിമ്മിലായിരിക്കണം, ലോവസ്റ്റ് ഫ്ലെയിമിലായിരിക്കണം. ഇനി നല്ലപോലെ കൈവിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇതൊരു 10 മിനിറ്റ് എടുക്കും നല്ലപോലെ ആയി വരാനായിട്ട്. അപ്പോൾ കൈവിടാതെ 10 മിനിറ്റ് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇപ്പോൾ ഇതാ ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. ഓൾമോസ്റ്റ് റെഡിയായി വന്നിട്ടുണ്ട്. നല്ലൊരു കുറുക്ക് പരുവാവണം, എന്നാലേ കറക്റ്റ് കപ്പി കാച്ചി ഒരു പാകമാവുള്ളൂ. അപ്പോൾ ഇതാ വീണ്ടും ഒരു 5 മിനിറ്റ് നല്ലപോലെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. ഇപ്പൊ ദാ ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. നല്ല കുറുക്ക്, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന കുറുക്കിന്റെ ഒരു പരുവായിട്ടുണ്ട്. ഇനി ഇത് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അടുപ്പത്തുനിന്ന് മാറ്റി നമുക്ക് ആറാൻ വെക്കണം. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പൊ ദാ മാവ് നല്ല പോലെ ആറി. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളോട് ചേർക്കാനുണ്ട്. അതിലോട്ട് 1/4 ടീസ്പൂൺ ഓഫ് ഈസ്റ്റ് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് പഞ്ചസാര. അത് എല്ലാവർക്കും ഇഷ്ടമുള്ള പോലെ മധുരം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാനിവിടെ ഒരു 7 ടേബിൾ സ്പൂൺ ഷുഗർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച മാവിൽ നിന്ന് 1 തവി മാവ് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായി അരിഞ്ഞു വരാനായിട്ട് ആവശ്യത്തിന് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാൻ ഇനി എല്ലാം കൂടി നന്നായിട്ട് അരച്ചു കൊണ്ടുവന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പൊ ദാ എല്ലാം നന്നായി അരിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നേരത്തെ അരച്ചു വെച്ച മാവിലോട്ട് ചേർത്ത് കൊടുക്കുക. നല്ല പോലെ യോജിപ്പിച്ചു കൊടുക്കുക. നല്ല പോലെ ഇളക്കണം. തീരെ എങ്ങും കട്ട പിടിക്കാതെ നല്ല പോലെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇളക്കി കൊടുക്കുമ്പോൾ മനസ്സിലാവും ആ വെള്ളം മതിയാവില്ല അപ്പം ചുട്ടെടുക്കാനായിട്ട്. അപ്പൊ ഇച്ചിരിയും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി മാവ് പൊങ്ങി വന്ന് നിങ്ങൾക്ക് പോരാൻ തോന്നുകയാണെങ്കിൽ വെള്ളം ആ സമയത്ത് ഒരു ഇച്ചിരി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഇത് അടച്ചു വെച്ച് മിനിമം ഒരു 4 to 5 മണിക്കൂർ നമ്മൾ തൊടാതെ മാറി അടച്ചു വെക്കണം. അതിന്റെ കൂട്ടത്തിൽ ഒരു ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. അത് നല്ലൊരു സ്വാദായിരിക്കും അപ്പത്തിന്റെ ബാറ്ററിന്. ഇപ്പൊ ദാ 5 മണിക്കൂർ അടച്ചു വെച്ച് തുറന്നു നോക്കിയപ്പോൾ നല്ല പോലെ മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണ്. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളവും ഇട്ട ഉപ്പും ഇട്ട പഞ്ചസാരയും എല്ലാം പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് ഇത് എങ്ങനെയാ ചുടുന്നതെന്ന് കാണിച്ചു തരാം. അപ്പൊ അപ്പച്ചട്ടി അടുപ്പത്ത് വെക്കുക. നല്ല ഹൈ ഫ്ലെയിമിൽ നല്ല ചൂടായി എന്നറിയുമ്പോൾ അതിലോട്ടൊരു 2 തവി മാവ് ഒഴിച്ചു കൊടുക്കുക. ചുറ്റിക്കുക. ചുറ്റും നല്ല ഹോൾസ് വന്നു എന്ന് കാണുമ്പോൾ അടച്ചു വെക്കുക. എന്നിട്ട് തീ കുറയ്ക്കുക. എന്നിട്ട് വെന്ത് കഴിഞ്ഞ് തുറന്നു നോക്കുമ്പോൾ സൈഡൊക്കെ നല്ല റോസ്റ്റായി വന്നിട്ടുണ്ടാവും. എന്നിട്ട് അത് അതിൽ നിന്ന് മാറ്റാം. ഞാൻ ഒരെണ്ണം ചുട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ നിങ്ങളെ കാണിക്കാനായിട്ട്. ഇന്നിപ്പോൾ ഞാനിത് ഡിന്നറിന് സെർവ് ചെയ്യുന്നത് ചിക്കൻ കറിയുടെ കൂടെ. ബൈ ബൈ.